ഉറക്കെ ഉച്ചത്തിൽ ഇലക്ഷൻ സ്പെഷ്യലിലേക്ക് സ്വാഗതം. എറണാകുളത്താണ്. സാധാരണഗതിയിൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും കൈമയും മറന്ന് സഹായിക്കുന്ന മണ്ഡലം എന്നാണ് സങ്കല്പം. എന്നാൽ ഇടയ്ക്കിടെ ഒന്ന് ഞെട്ടിക്കാനും എറണാകുളംകാർ മറക്കാറില്ല. ഇത്തവണ CPM വളരെ നേരത്തെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിരിക്കുകയാണ്. രാജ്യസഭയിൽ നിന്ന് യാത്രയാക്കുമ്പോൾ സാക്ഷാൽ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞത് ഞങ്ങളുടെ ജോലി എളുപ്പമായി എന്നാണ്. ഗുലാം നബി ആസാദ് പറഞ്ഞത് സഭയ്ക്ക് നഷ്ടമെന്നും. പി രാജീവിനെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. മണ്ഡലത്തിലെ സ്പന്ദനങ്ങൾ അറിയാം. ഉറക്കെ ഉച്ചത്തിൽ എന്ന പേര്. എസ് സജി, BJPയുടെ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ്. സജി, CPM-ഉം കോൺഗ്രസും അല്ലെങ്കിൽ UDF-ഉം LDF-ഉം അവരുടെ മണ്ഡലം ആണ് എന്ന് വാശി പിടിക്കുന്നതിനിടയിൽ BJPക്ക് ഇവിടെ പറയാൻ അല്ലെങ്കിൽ പ്രസക്തി തെളിയിക്കാൻ എന്താ ഉള്ളത്? ഇത്തവണ നടക്കുന്ന ഒരു മത്സരം ഇന്ത്യയിലെ എല്ലാ BJP വിരുദ്ധ രാഷ്ട്രീയ കക്ഷികളും കൂടി BJPക്കെതിരെയുള്ള ഒരു മുന്നണി അല്ലെങ്കിൽ ധാരണയായിട്ടുള്ള ഒരു മത്സരമാണ്. അപ്പോൾ കേരളത്തിൽ ഏതാണ്ട് ഈ ഒരു നിയോജക മണ്ഡലം, തിരുവനന്തപുരം, അങ്ങനെ പല സ്ഥലങ്ങളിലും കോൺഗ്രസും CPM-ഉം തമ്മിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള ധാരണയുടെ പ്രതിഫലനങ്ങൾ കാണാം. തിരുവനന്തപുരത്തെ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി, കണ്ണൂരിലെ CPM-ൻ്റെ സ്ഥാനാർത്ഥി, ഇത്തരം സ്ഥാനാർത്ഥികളെ ദുർബലരായി നിർത്തിക്കൊണ്ട് കോൺഗ്രസിനെ സഹായിക്കുന്ന ഒരു നടപടിയാണ് ഇരു മുന്നണികളുള്ളത്. എന്താ പേര്? CK കനീഷ്. ഇവിടെ ഇപ്പോൾ നടക്കാൻ പോണ തെരഞ്ഞെടുപ്പിൽ എന്തിനടിസ്ഥാനമാക്കി ആയിരിക്കണം ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത്? എന്തായിരിക്കും തെരഞ്ഞെടുപ്പ് അജണ്ട? ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മോദി ഭരണത്തിനെതിരെയുള്ള ഒരു വോട്ടെടുപ്പായിരിക്കും ഇന്ത്യയിൽ, കേരളത്തിൽ പ്രത്യേകിച്ച് സംബന്ധിച്ച്. കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്കറിയാലോ, BJPയുടെ B ടീമാണ് കോൺഗ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് കോൺഗ്രസ്സിലേക്ക് വന്ന് നാളെ BJPയിലേക്ക് ഒന്നിച്ച് ചേരാനുള്ളതാണ്. അപ്പോൾ ആ രീതിയിലാണ്. നമുക്കറിയാം, രാജ്യത്തെ തൊഴിലാളികൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് മോദി സർക്കാരിൻ്റെ കീഴിലുണ്ടായത്. ഒരു കഴിഞ്ഞ 5 വർഷമായിട്ട് നടപ്പാക്കുമെന്ന് പറഞ്ഞ ഒരു കാര്യം പോലും നടപ്പാക്കാത്ത ഒരു സർക്കാരാണ്. സാധാരണക്കാരെ കൊള്ളയടിച്ച്, ഞാൻ പറയാണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് നോട്ട് നിരോധനം, GST എന്ന് വേണ്ട എന്തൊക്കെ അടിച്ചേൽപ്പിക്കാൻ പറ്റും അതെല്ലാം പാവപ്പെട്ട ജനങ്ങളെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് സാധാരണക്കാരനൊരു ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കണ അല്ലെങ്കിൽ നാട്ടിലെ ഏതെങ്കിലും തൊഴിലാളിക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ഈ വൻകിട ബിസിനസ്സുകാർക്ക് വേണ്ടി ധാരാളം ലാഭം ഉണ്ടാക്കുന്നു, സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, നോട്ട് നിരോധനവും GSTയും ജീവിതം ദുസ്സഹമാക്കിയിരിക്കും. ഇതൊക്കെയാണ് ഇപ്പോൾ കേട്ട പരാതി. എങ്ങനെ ഇതിനെ നേരിടും? ഇതിനെ നേരിടാനായിട്ട് ഒന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോട്ട് നിരോധനത്തിൻ്റെ പേരും പറഞ്ഞ് 4000 രൂപ മാറാൻ ക്യൂ നിന്ന് ആൾക്കാർ മരിച്ചു എന്ന് പറയുന്ന ഇവർ 2000 രൂപ 6000 രൂപ കർഷകർക്ക് മറ്റേ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തത്, അതിൻ്റെ ഇരട്ടിയിലധികം ആൾക്കാർ ക്യൂ നിന്നിട്ട് ഒരാൾ മരിച്ചില്ല. അത് വാർത്തയുമല്ല. അപ്പോൾ ഇത് കള്ളപ്രചരണമാണ്. രാഷ്ട്രത്തിനെതിരെയുള്ള രാഷ്ട്രവിരുദ്ധ ശക്തികളും രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന, രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്ന മോഡി ഗവൺമെൻറ്റിനെ തകർക്കാൻ വേണ്ടിയുള്ള കൂട്ടായ്മയാണ്. ഒന്ന്, രാഷ്ട്രവിരുദ്ധ ശക്തികളും ദേശത്തെ സ്നേഹിക്കുന്നവരും തമ്മിലുള്ള മത്സരം. 2, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ BJPയുടെ B ടീമാണെന്ന് ഓൾറെഡി വിമർശനം ഉയർന്നു. BJPക്ക് വരെ നിഷേധിക്കുന്നില്ല. CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ MLA-മാരും MP-മാരും അങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ജനങ്ങളെ നേരിടുന്നത്? ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വാഗ്ദാന ലംഘനങ്ങളുടെ ശവപ്പുറമ്പാക്കി ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഭാരതത്തെ മാറ്റിയ മോദി ഗവൺമെൻറ്റിനെതിരെ പ്രതികരിക്കാനുള്ള സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും കർഷകർക്കും കിട്ടുന്ന അവസരമാണ്. അതവർ പ്രയോഗിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ കണ്ട വിജയം കോൺഗ്രസിൽ ആകമാനം 3 സംസ്ഥാനങ്ങളിൽ കണ്ട വിജയം. അത് ഏറ്റവും കൂടുതൽ തെളിവാക്കുന്ന വിജയമായിരുന്നു. ഇവർ നമുക്കറിയാം, നോട്ട് നിരോധനത്തിലൂടെ, GSTയിലൂടെ, രാജ്യസുരക്ഷയിൽ വലത്തെ പാളിച്ചയിലൂടെ മോഡി ഗവൺമെൻറ് അമ്പെ പരാജയപ്പെട്ടിരിക്കുകയാണ്. ആ പരാജയപ്പെട്ട ഗവൺമെൻറ്റിനെ തൂത്തെറിയാനായി ജനങ്ങൾ അവരുടെ സമ്മതിദാനാവകാശം ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ, കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ, അവരുടെ വാഗ്ദാന ലംഘനങ്ങൾക്കെതിരെ പ്രതികരിക്കാനുള്ള സമയമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. അത് പ്രതികരിക്കും. കോൺഗ്രസിന് അനുകൂലമായി, UPAക്ക് അനുകൂലമായി ഈ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുത്തുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശരി, ഞാൻ തിരിച്ചു വരാം. എന്താണ് പേരെന്താണ്? എൻ്റെ പേര് സതീശൻ. സതീശൻ, വാഗ്ദാന പെരുമഴ, ഒടുവിൽ അതിൻ്റെ ശവപ്പറമ്പ്, ഒരു വാക്ക് പോലും പാലിച്ചിട്ടില്ല. ഇപ്പോൾ ഇതാ ജനങ്ങൾ പ്രതികരിക്കേണ്ട സമയമായി. കഴിഞ്ഞ തവണത്തെ പ്രചാരണമൊന്നും ഇനി വിലപ്പോയില്ല എന്ന് പറയുന്നു കോൺഗ്രസ്സുകാർ. അതായത് നമ്മുടെ എറണാകുളം പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം ഈ വാഗ്ദാനങ്ങളോ മറ്റുള്ള കാര്യങ്ങളല്ല ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രശ്നം. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പട്ടണമാണ് ഈ എറണാകുളം. പക്ഷേ ഈ എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ ചേരി നിവാസികളുള്ളത്, കോളനികളുള്ളത്.
ഇന്നും വെള്ളം കയറുന്ന കോളനികളുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ജനസമ്പർക്ക പരിപാടിയൊക്കെ ഇവിടെ നടത്തിയിട്ട് അവരോട് ഈ GCDA വഴി അത് നമ്മുടെ തൊട്ടടുത്ത കോളനികൾ, അതായത് പനമ്പള്ളി നഗറിലെ പിന്നെ മഹാത്മാ കോളനി പഴയ റഷ്യൻ കോളനി എന്ന് പറയും, അവിടെ CA2-ൻ്റെ അൺലോഡിങ് തൊഴിലാളിയുടെ ഭാര്യയോട് വരെ 2,40,000 രൂപ ഈ GCDയിൽ അടപ്പിച്ചിട്ട് ഇന്നും കൊടുത്തിട്ടില്ല. ആ ഭരിക്കുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് GCDയെ ഭരിക്കുന്നത്. അവിടെ എന്താ ചെയ്യുന്നത്? ഏതാണ്ട് 10ഓളം കുടുംബങ്ങൾക്ക് ഇതേ രീതിയിൽ പണം അടച്ചിട്ട് അവരൊക്കെ ഹൈക്കോടതി പോയി കേസ് ബാധിച്ച് വന്നിട്ട് പോലും അവർക്ക് ആ സ്ഥലം എഴുതി കൊടുക്കുന്നു. അല്ല, ഇതിൽ BJPക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ഈ പറയുന്നത്? ഇവിടെ ഭരണമില്ല, കേന്ദ്രത്തിൽ കഴിയും. കാരണം എന്ന് വെച്ചാൽ എന്നാൽ ഇത് 5 വർഷം ഭരിച്ചില്ല BJPക്ക്. അതായത് ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള ചേരി നിർമ്മാർജ്ജനത്തിന് വേണ്ടിയാണ് ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാസ് യോജന കൊണ്ടുവന്നത്. അതിവിടെ ലൈഫ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നടത്തുമല്ലേ. അതിനകത്ത് പ്രധാനമന്ത്രിയുടെ പേര് പോലും വെക്കുന്നില്ല. ഇവിടെ കോൺഗ്രസ് സർക്കാർ ഭരിച്ചു, ഇപ്പോൾ CPM ഭരിക്കുന്നു. ദേശീയ പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ തൊട്ടടുത്തുള്ള ചേരി നിവാസികളുടെ പ്രശ്നം പോലും പരിഹരിക്കാൻ പറ്റാത്ത പാർട്ടികൾക്ക് എന്തിനു വോട്ട് ചെയ്യണം? തീർച്ചയായിട്ടും അതൊരു തടസ്സമല്ലാത്തൊരു കാര്യമാണ്. കാരണം ഇവിടെ UDF സർക്കാർ അധികാരത്തിലുള്ള സമയത്ത് വെള്ളത്തിൻ്റെ വിഷയം വന്നാൽ തന്നെയാണെങ്കിലും കൊടുക്കാനുള്ളത് കേരളത്തിൽ നേരത്തെ ഉണ്ടായ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായ സമയത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴുള്ള സർക്കാർ വന്നപ്പോഴത്തേക്കും ഇതുമായി ബന്ധപ്പെട്ട് യാതൊന്നും ചെയ്യാനില്ല. ദുരിതാശ്വാസ ഫണ്ടെന്നും പറഞ്ഞ് കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ട് ഈ വെള്ളപ്പൊക്കം വന്നിട്ട് ഇതുവരെയായിട്ടും ആർക്കും എത്തിച്ചിട്ടില്ല. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ഈ കടുപ്പത്ത് ഉള്ള സ്ഥലത്തുള്ള വീടുകളിൽ ഇതുവരെയായിട്ടും ആ പൈസ എത്തിയിട്ടില്ല. അവർ സെലക്ട് ചെയ്ത് വീടുകളിലേക്ക് മാത്രം 1, 2, 3 വീടുകളിലേക്ക് വേണ്ടി മാത്രമാണ് പൈസകൾ ഈ 10,000 രൂപേനെ കൊടുത്തേക്കണേ. എന്തിനും പറഞ്ഞു നമ്മുടെ തൊട്ടടുത്തുള്ള പറൂരിലേക്ക് ചെന്നാൽ മതി. അവിടെയൊന്നും ഇതുവരെയായിട്ടും ഒരു നാശനഷ്ടം വന്നിട്ടും വെള്ളപ്പൊക്കം ദുരിതം ഒന്നും ഉണ്ടായിട്ട് അവിടെ ഒരു സാധനം എത്തിച്ചിട്ടില്ല. ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്ത് അടുത്ത മാർച്ച് ഏപ്രിൽ മാസത്തിനുള്ളിൽ വീടുകൾ പണികളെല്ലാം പൂർത്തീകരിച്ച് എല്ലാവർക്കും താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇതുവരെയായിട്ടും അതിനെക്കുറിച്ച് എനക്കൊന്നുമില്ല. പിന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു കാര്യം പറഞ്ഞ് എല്ലാ വീടുകളിലും ഒരു ചെറിയൊരു പോസ്റ്റ് കാർഡ് വന്നിട്ടുണ്ട്, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നും പറഞ്ഞ്. ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും പറഞ്ഞ് എല്ലാവരും ഈ പേപ്പറും വെച്ചുകൊണ്ട് ആകാശത്ത് നോക്കിക്കൊണ്ടിരിക്കണേ. എന്താണ് അതിൻ്റെ ഗുണം എന്താണെന്ന് ഇതുവരെയായിട്ട് ആർക്കും മനസ്സിലായില്ല. ഒരു മിനിറ്റ്, ഇതെന്തിനാണ് ഈ കടലാസ് ഇങ്ങനെ അയക്കുന്നത്? ഈ പോസ്റ്റ് കാർഡ് അയച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇതിന് ഗുണം കിട്ടുന്നത്? ഈ ആരോഗ്യ സംരക്ഷണ പദ്ധതി ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ പദ്ധതിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരം പദ്ധതികൾ കേരളത്തിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം, അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഇടതുപക്ഷ മുന്നണിയുടെ ഒരു കാഴ്ചപ്പാട്. അതിൽ 60% കേന്ദ്രത്തിൻ്റെ ഫണ്ടാണ്, 40% സംസ്ഥാനത്തിൻ്റെ ഫണ്ട്. ഒരു കുടുംബത്തിൽ ഇപ്പോൾ നമുക്കറിയാം, ഒരു കുടുംബത്തിൻ്റെ നാഥനായിട്ടുള്ള ഒരാൾക്ക് ഒരു മാരകമായ അസുഖം വന്നു കഴിഞ്ഞാൽ അതിന് 5 ലക്ഷം രൂപയുടെ പരിരക്ഷ കൊടുക്കുന്ന ഒരു വലിയ ലോകത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ്. അപ്പോൾ കേരളത്തിൽ ചെയ്യേണ്ടത്, സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ടത്, മറ്റുള്ള സംസ്ഥാനങ്ങൾ ചെയ്തിട്ടുള്ളത്, ഇതിൽ ഹോസ്പിറ്റലുകളെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഇത്തരം പാനലുണ്ടാക്കിയിട്ട് ആ പാനൽ കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ മാറ്റമുണ്ടാവും. പക്ഷേ ചേരി നിവാസികളുടെ പ്രശ്നം പോലും പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു വശം. 2, കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ, അത് ചികിത്സാ സഹായ പദ്ധതിയാണെങ്കിലും ശരി, കർഷകർക്കുള്ള സഹായമാണെങ്കിലും ശരി, അത് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടാതിരിക്കാനുള്ള ശ്രമം രാഷ്ട്രീയ വിവേചനം വെച്ച് നടത്തുന്നു എന്ന് പറയുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു? ഇല്ല, തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഇല്ല. കാരണം കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഇലക്ഷൻ എടുത്തപ്പോഴാണ് ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ കർഷകർക്കായാലും 6,000 രൂപ ആണെങ്കിലും അതിന് മുമ്പ് പറഞ്ഞത് 15 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടുമെന്ന് പറഞ്ഞിട്ട് അതുപോലും വരാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ 6,000 രൂപ ഇലക്ഷൻ ഫണ്ടായിട്ടാണ് പ്രഖ്യാപിച്ചേക്കുന്നത്. അത് ഭൂരിഭാഗം ആൾക്കാർക്കും 2,000 രൂപ കൊടുത്തുകൊണ്ട് ഇലക്ഷൻ കഴിയുമ്പോൾ അത് കൊടുക്കാതിരിക്കാനുള്ള ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചും ഇത് ഇലക്ഷൻ ഫണ്ടായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇതിനെക്കുറിച്ച് ഈ ചേരി നിവാസികളുടെ പ്രശ്നമോ നിങ്ങളെല്ലാവരും പറയുമ്പോൾ ഇപ്പോൾ ദേശീയ പ്രശ്നങ്ങൾ പറയുന്നു, രാജ്യാന്തര പ്രശ്നങ്ങൾ പറയുന്നു, തൊട്ടടുത്തുള്ള പ്രശ്നങ്ങൾ എന്തുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നില്ല? ചേരികളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല. ചേരി നിവാസികളിൽ നിന്ന് പൈസ പോലും കെട്ടിവയ്പ്പിച്ചിട്ട് അവരുടെ ദുരിതത്തിന് അവസാനം കാണാൻ കഴിയുന്നില്ല. ഈ നമുക്കിപ്പോൾ പറയാവുന്ന ചേരി നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ട് കമ്മട്ടിപ്പാടത്ത് തന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കണേ. നമ്മൾ മുൻകാലങ്ങളിൽ ഇപ്പോൾ ഇവിടെ നേരത്തെ എൻ്റെ സുഹൃത്ത് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഈ പ്രളയത്തിന് ശേഷം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രളയം, നമ്മുടെ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രളയത്തിൽ ഈ പിണറായി സർക്കാർ ഇത്രയും കാര്യക്ഷമമായിട്ട് കാര്യങ്ങൾ ചെയ്ത്, അന്ന് ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ ആൾക്കാരാ BJPയുടെ ആൾക്കാരാ ഏതെങ്കിലും ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ ഒന്ന് പങ്കെടുത്തിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ പറയണ്ട MLAയുടെ കയ്യിൽ നിന്നെടുത്ത് പണം ചെലവാക്കി വീട് വെച്ച് തരും. അതിൻ്റെ ഒരു ആവശ്യം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചുണ്ട്. ഇവിടെ അല്ലാണ്ട് ഒരുപാട് സംഘടനകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ഹൈബീഡൻ്റെ
പിരിച്ചു വെച്ചേക്കണ കാശ് കൊടുക്കണ്ടേ? 1400 ചില്ലുവാനം കോടി രൂപ പിരിച്ചിട്ടുണ്ട് ഇവിടെ. അത് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് കൊടുക്കണമെന്നാ പറയണത്. പിരിച്ച കാശ് കൊടുക്കാൻ കുഴപ്പം? ദുരന്തവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിച്ചു കൊടുത്തത് ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ്. അതേപോലെ തന്നെ ഉദയ കോളനി അവിടെ നിന്ന് മാറ്റി സ്ഥാപിച്ചുകൊണ്ട് മുണ്ടമ്പേരിയിൽ GCയുടെ സ്ഥലം എടുത്തുകൊണ്ട് അവർക്ക് അവിടെ ഫ്ലാറ്റ് സമുച്ചയം വില്ല പോലെ പണിത് കൊടുക്കാനായിട്ട് ഈ പിണറായി സർക്കാർ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഗവൺമെന്റ് അനുവദിച്ച തുക പോലും ചെലവാക്കാത്ത ഒരു സർക്കാരാണ് പിണറായി സർക്കാരിൻ്റെത്. എത്രയോ തുകയാണ് ലാപ്സാക്കിയത്. സാധാരണക്കാർക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടേണ്ട തുക ശരിയായ രീതിയിൽ കൊടുക്കാതെ ലാപ്സാക്കിയ ഒരു ഗവൺമെന്റാണ് പിണറായി ഗവൺമെന്റ്. പിന്നെ ഈ പ്രളയം എന്ന് പറയുന്നത് മനുഷ്യ നിർമ്മിത പ്രളയമായിട്ടാണ് ഞങ്ങൾ ഇതിനെ പറയുന്നത്. 400-ലധികം മനുഷ്യജീവനുകൾ എങ്ങനെ നഷ്ടപ്പെട്ടു? അതികഠിനമായിട്ട് വന്ന മഴയിൽ ലഭിച്ച വെള്ളം 20 ഡാമുകളിൽ നിറഞ്ഞപ്പോൾ മുൻകരുതലുകളില്ലാതെ മുന്നറിയിപ്പില്ലാതെ തുറന്നു വിട്ടത് കൊണ്ടാണ് കേരളത്തിൽ പ്രളയമുണ്ടായത്. അതിലൂടെ 400 മനുഷ്യജീവൻ നഷ്ടപ്പെട്ടു. അത് ഈ മനുഷ്യനിർമ്മിതമായ പ്രളയം അല്ലെങ്കിൽ വൈദ്യുതി ലാഭിക്കാൻ അല്ലെങ്കിൽ കുറച്ച് കാശ് ലാഭിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഡാം തുറന്നു വിടാതിരുന്ന് ഒറ്റയടിക്ക് തുറന്നു വിട്ട് ദുരന്തം ഉണ്ടാക്കിയിട്ട് അതിൽ ദുരിതാശ്വാസം നടത്തിയെന്ന് പറയുന്നതാണോ മെച്ചം കേമത്ത് എന്നാണ് ചോദിക്കുന്നത്? ഇത് തന്നെയാണ് ഇവരുടെ ഒരു രീതി. ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം ഇവിടെ സംസ്ഥാനത്തിൽ നിന്നറിയാം BJPയും കോൺഗ്രസും ഒരേ വർത്തമാനം പറഞ്ഞുകൊടുക്കുന്നത്. കാരണം ഇത് ഇവരെല്ലാവരും ഒന്നിച്ചു കൂടേണ്ട ആളുകളാണ്. ഇതിനെതിരെയുള്ള ശക്തമായ ഒരു പ്രതികരണം ഈ കേരളത്തിൽ ഉണ്ടാവും, ഇന്ത്യയിൽ മൊത്തം ഉണ്ടാവും. ബംഗാളിൽ ഒന്നിച്ചു കൂടിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ പുറകെ വരികയാണ് ബംഗാളിൽ. അപ്പം ഇവിടെ എത്ര പഞ്ചായത്തുകളുണ്ട്? മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും കൂടി ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ടെന്ന് അറിയാമോ? നിങ്ങൾ കണക്കെടുത്ത് നോക്ക്. കേരളം വിട്ടേച്ച് എല്ലാ സ്ഥലത്തും ഒന്നിച്ചവര്, കേരളം വിട്ടേച്ച് എല്ലാ സ്ഥലത്തും ഒരുമിച്ച് നിൽക്കുന്നവര് ഇവിടെ പരസ്പരം. ഒരു മിനിറ്റ് അല്ല, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. ആകെ കൺഫ്യൂഷനായി. ഈ CPM-മാർ പറയുന്നു കോൺഗ്രസും BJP ഒന്നാണെന്ന്. അല്ല, BJP പറയുന്നു CPM-ഉം കോൺഗ്രസും ഒന്നാണെന്ന്. കേരളം വിട്ട് കഴിഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിലും അവരും ഒരുമിച്ചാ ഇവിടെ വീതം വെച്ചെടുത്താൽ മതി. ഒരു കാരണവശാലും ഇവിടെ നിന്ന് ജയിച്ചു പോകുന്ന, ഇന്ത്യയിൽ ജയിച്ചു പോകുന്ന ഒരു ഇടതുപക്ഷ MP-മാരും റിസോർട്ടിൽ പൂട്ടിയിടുന്ന സ്ഥിതി ഉണ്ടാകില്ല. അവർ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി നിൽക്കും. അതിനകത്ത് ഒരു തർക്കവുമില്ല. നിങ്ങൾ ഈ ബംഗാളിലൊക്കെ സീറ്റ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന മുമ്പ് ഡൽഹിയിലിരുന്ന കേന്ദ്ര നേതാക്കൾ തമ്മിൽ സംസാരിക്കുന്നു, ഏകദേശ ധാരണ എത്തിയിട്ട് പ്രഖ്യാപിക്കുന്നു. പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ കണ്ണിൽ എന്തിനാ ഇങ്ങനെ പൊടിയിടുന്നത്? ഒരിക്കലുമല്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും അംഗീകരിക്കുന്ന, അതിനു വേണ്ടി അസ്വാതന്ത്ര്യ പരിശ്രമം നടത്തുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് കൂട്ടുചേരും. ഇവിടെ ഭയങ്കര വിമർശനം, അതിശക്തമായ മത്സരമാണ് കോൺഗ്രസും CPM-ഉം തമ്മിൽ, ഇടതു മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും തമ്മിൽ. ഡൽഹിയിൽ ഇരുന്നിട്ട് നിങ്ങൾ പല സ്ഥലത്തെയും സീറ്റുകളിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നു. ഇതാണ് BJPയുടെ വിമർശനം. CPM-ന്റെ ഒരു നയമുണ്ട്. മോഡി സർക്കാരിനെ പരാജയപ്പെടുത്താൻ മതേതര കക്ഷികളുമായി ഒന്നിക്കണം എന്നുള്ളൊരു നയം CPM-നുണ്ട്. അത് ചിലപ്പോൾ അത് CPM തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ശക്തിയില്ലാത്ത സ്ഥലങ്ങളിൽ അത് മതേതര മുന്നണികൾക്ക് വോട്ട് ചെയ്യാനുള്ള നിർദ്ദേശം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചിട്ടുള്ളതാണ്. അത് നടപ്പിലാക്കും. എങ്ങനെയെങ്കിലും ഈ കുത്തക മുതലാളിമാർക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ വിമാനത്താവളങ്ങൾ വിൽക്കുന്ന മോഡി സർക്കാരിനെതിരായിട്ട്, ഈ മോഡി സർക്കാരിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് മതേതര മുന്നണിയായിട്ട് ഞങ്ങൾ അതിൽ ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല, രഹസ്യമൊന്നുമില്ല എന്നാണ് പറയുന്നത്. ചേരി നിവാസികളുടെ പ്രശ്നം മുതൽ ദേശീയ പ്രശ്നം വരെ ചർച്ചയാവുകയാണ് എറണാകുളത്ത്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കേൾക്കാം ഉറക്കെ ഉച്ചത്തിൽ. എറണാകുളത്ത് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്തിനെക്കുറിച്ച് ആലോചിച്ചായിരിക്കും? അവരുടെ തെരഞ്ഞെടുപ്പ് വിഷയം എന്തായാലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു വേദിയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ: നരേന്ദ്രമോദി വീണ്ടും ഈ രാജ്യത്തെ ഭരണത്തിൽ വരണമോ വേണ്ടായോ എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കാലാകാലങ്ങളായി ഭരിച്ച് ജനങ്ങളെ മുടിച്ച LDF UDF ഈ രണ്ട് മുന്നണിയും ഫലത്തിൽ ഒന്ന് തന്നെയാണ്. ഒരേ നയസമീപനമാണ് ഈ രണ്ട് മുന്നണിക്കും പല കാഴ്ചപ്പാടിലുള്ളത്. നമുക്കറിയാം കേരളത്തിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നത് CPM-ആണ്. 22 രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഈ സംസ്ഥാന ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിൽ പിന്നെ നടന്നു. അതിന് പൂർണ്ണ ഉത്തരവാദി, അതിൻ്റെ പ്രതിസ്ഥാനത്ത് 18 എണ്ണത്തിൻ്റെയും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് CPM-ആണ്. അങ്ങനെ ഏത് നയം, വിദ്യാഭ്യാസ നയം എടുക്കട്ടെ, കാർഷിക മേഖലയിലെ നയം, ഈ രണ്ട് മുന്നണിയുടെയും നയങ്ങൾ ഒന്ന് തന്നെയാണ്. ഇതിനിടയിലും CPM-നും ഇടത് പ്രസ്ഥാനങ്ങൾക്കും പ്രസക്തിയുണ്ടായ ഒരു വലിയ സംഭവം കർഷകരുടെ ലോങ് മാർച്ചും വലിയ പ്രക്ഷോഭവുമാണ്. വളരെ അതിഭീകരമായ ദുരിതത്തിലായിരുന്ന കർഷക ആത്മഹത്യ പെരുകിയിട്ട് കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുന്ന അവസ്ഥ വന്നപ്പോഴാണ് ഒരു പക്ഷേ CPM-ന്റെ പുതിയ പല നേതാക്കന്മാരും വന്ന പോലെ അല്ല, കാർഷിക മേഖലയുടെ പ്രശ്നം, കാർഷിക മേഖല, ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ ചില പ്രശ്നങ്ങളുണ്ട്, കേരളത്തിലും പ്രശ്നങ്ങളുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക്, കൃഷിക്കാരൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം UPA ഗവൺമെൻറ് ഈ രാജ്യത്ത് ഭരിച്ചപ്പോൾ ഉണ്ടാക്കിയ ആസിയാൻ കരാർ. ആസിയാൻ
കരാറിൻ്റെ ദുരന്ത ഫലമായിട്ടാണ് ഇപ്പോൾ ഈ നമ്മുടെ രാജ്യത്ത് കാർഷിക വിളകൾക്ക് വിലയിടിവ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇത് BJP ഗവൺമെൻറ്റിൻ്റെ സൃഷ്ടിയല്ല. മുൻകാലങ്ങൾ, അതായത് CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പിന്തുണച്ച UPA ഗവൺമെൻറ് കാലത്തുണ്ടാക്കിയ ആ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളം ഉൾപ്പെടെയുള്ള കർഷകർക്ക് ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കാതിരിക്കുന്നത്. ശരി, ഞാൻ വരാം. ഇതിൽ ഇപ്പോഴും ഉയർത്തുന്ന ഒരു വലിയ വിഷയം, അതാണ് ഞാൻ തങ്ങളിലേക്ക് വരണം എന്ന് പറഞ്ഞത്. കൊലപാതക രാഷ്ട്രീയം, അക്രമ രാഷ്ട്രീയം, അതിനെതിരെയുള്ള വിധിയെടുത്തു കൂടി ആകും എന്ന് കോൺഗ്രസും BJPയും ഉറക്കെ പറയുന്നുണ്ട്. അതിൽ പലതിലും, അല്ലെങ്കിൽ ഭൂരിഭാഗം കേസുകളിലും ഒരു ഭാഗത്ത് CPM ആണെന്ന്. മാത്രമല്ല, ഈ സർക്കാർ നിലവിൽ വന്ന ശേഷം നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ എണ്ണം അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് വിമർശനം. ഇതിനെ എങ്ങനെ നേരിടും? അല്ല, ഇവർ രണ്ടുപേരും CPMൻ്റെ അക്രമരാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് 565ഓളം സഖാക്കൾ മരിച്ചിട്ടുള്ളത് CPMൻ്റെ മാത്രമാണ്. അവരുടെ ഒന്നും അങ്ങനെ മരിച്ചിട്ടില്ല. പക്ഷേ ഇത് രാഷ്ട്രീയമായിട്ട് കണ്ണൂർ ഇങ്ങനെ അങ്ങനെ കൊലപാതകം നടക്കുന്നില്ല. അവിടെ ഇങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും നടക്കുന്നില്ല. രാഷ്ട്രീയമായിട്ടുള്ള കൊലപാതകങ്ങളല്ല, വ്യക്തിപരമായിട്ടുള്ള. ഷുഹൈബിനെയും അതുപോലെ കൃപേഷിനെ, ശരത്ലാലിനെ, 19 വയസ്സുള്ള കൃപേഷിനെ ഇവര് തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നിട്ട് സ്കോർ പറയണോ? മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി RSS നേതാവായ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന മനുഷ്യനെ കൊന്നുകൊണ്ടാണ് കേരളത്തിൽ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകത്തിന് തുടക്കം കുറിച്ചത്. അല്ല, ഞാൻ എല്ലാവരോടായിട്ട് ഒറ്റ ചോദ്യം. നിങ്ങൾ എല്ലാവരും പറയുന്ന കണക്കുകളാണ്. കൂടുതൽ മരിച്ചത് ഞങ്ങളുടെ സഖാക്കളാണ്, കൂടുതൽ മരിച്ചത് BJPക്കാരാണ്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ കൊന്നു. ഈ സ്കോർ കൊണ്ട് ന്യായീകരിക്കാൻ കഴിയുന്നതാണോ രാഷ്ട്രീയ കൊലപാതകം, അക്രമ രാഷ്ട്രീയം? ഒരിക്കലുമല്ല. ഇവിടെ അങ്ങനെയുള്ള അക്രമ രാഷ്ട്രീയം ഉണ്ടാകാൻ പാടില്ല. ശാന്തസുന്ദരമായ ഒരു കേരളം വേണം. അതിന് CPM തന്നെ മുൻകൈ. 564 സഖാക്കന്മാർ മരിച്ചു എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരെ കൊല്ലാൻ ഉള്ള ന്യായമാണോ, ന്യായീകരണമാണോ? കൊലപാതകത്തിൽ ഒന്നും CPM ന്യായീകരിക്കുന്നത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ഇന്നത്തെ മുഖ്യമന്ത്രി അടക്കം ഈ കൊലപാതകങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. സമാധാനം ആഗ്രഹിക്കുന്ന കക്ഷിയാണിത്. പിന്നെ കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്ന ആരാണ്? BJPയാണ്. പശുവിന്റെ പേരിലും മതത്തിന്റെ പേരിലും ദളിതരെയും മറ്റുള്ള ആളുകളെയും തല്ലിക്കൊന്ന BJPയാണ് ഈ അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് എന്താ അവകാശം? ഒരു വികസനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അവകാശം? നിങ്ങൾക്ക് എന്താ അർഹത ഇതിനെക്കുറിച്ച് സംസാരിക്കാം? ഇവരെപ്പോഴും സംസാരിക്കുന്നത് ഉത്തരേന്ത്യയിലെ കാര്യങ്ങളാണ്. ഏത് കാര്യങ്ങളും. ഇപ്പൊ കേരളത്തില് ഇടുക്കിയില് നിരവധി കർഷകർ ആത്മഹത്യ ചെയ്തു. ഇവർ ഈ വിഷയങ്ങളൊന്നും കാണുന്നില്ല. ഒരു കേരളത്തിലെ സാംസ്കാരിക നായകർ ആരും മിണ്ടുന്നില്ല. ഏറ്റവും ഈ മധു എന്നുള്ളൊരു ചെറുപ്പക്കാരന്, ആദിവാസി ആള് ഒരല്പം അരിയെടുത്ത് കഴിച്ചതിന് പരസ്യമായിട്ട് കൊന്നിട്ട് അതിനെ ന്യായീകരിച്ചവരാണ്. ഇവരുടെ ഭരണത്തിൽ ഇവരെ എല്ലാവിധ സദാചാര കാര്യങ്ങൾ ഈ തൃക്കാക്കരയിൽ ഇവരുടെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് കൗൺസിലർ ഉൾപ്പെടെയുള്ള ഒരാഴ്ച മുമ്പ് ഒരാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അതിൽ മുൻ കൗൺസിലർ അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ ഭൂരിഭാഗം പേര് CPMകാർ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇവരെ പ്രശ്നം വെച്ചാൽ, ഇവരെ ഈ കേരളത്തിൻ്റെ ഒരു വലിയ വികസനത്തിന്, ഞാൻ പറഞ്ഞില്ലേ, ഈ കേരളത്തിൽ ലോകത്താദ്യമായിട്ടാണ് ഇപ്പം അസംഘടിത മേഖലയിൽ ഇവരെ ഈ തൊഴിലാളികൾക്കാർക്കും ഈ ഒരു കാര്യങ്ങൾ കിട്ടുന്നില്ല. അസംഘടിത മേഖലയിൽ മുഴുവൻ ആളുകൾക്കും പെൻഷൻ സംവിധാനം ഉണ്ടാക്കുന്ന പദ്ധതി കൊടുക്കുന്നു. ഇവരെ ആരും ഇത് അറിയിക്കുന്നില്ല. ഓട്ടോ തൊഴിലാളികൾക്ക് കൊടുക്കുന്നു. ESI സംവിധാനം നിങ്ങൾ അറിഞ്ഞില്ലേ ഓട്ടോ തൊഴിലാളികൾ? ഒന്ന് പറഞ്ഞു. ഓട്ടോയുടെ നേതാവാണ് പറഞ്ഞു. ഇൻഷുറൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ESI എന്നും പറഞ്ഞാൽ ഇവിടെ സാധാരണ ഓട്ടോറിക്ഷ തൊഴിലാളികളെ വെറുതെ പറ്റിക്കല്ലാണ്ട് ഇതുവരെ ഒരു ESI യൂണിഫോം ഇട്ട് ഓട്ടോ തൊഴിലാളിയാണ് ഈ പറയുന്നത്. BJPയുടെ നേതാവും ഓട്ടോറിക്ഷയുടെ നേതാവും. അതായത് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ESI സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അത് നടപ്പാക്കാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. അതിന്റെ കാരണം കേരളം ഭരിക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാരിന് ഇത് നടപ്പാക്കി കഴിഞ്ഞാൽ ജനം മുഴുവനും മോഡിയോടൊപ്പം പോകും. അതിന്റെ പേടി കൊണ്ടാണ് ഇവിടെ നടപ്പാക്കാത്തത്. ഇപ്പൊ ഒരു മിനിറ്റ് പറയാം. നേരത്തെ പറഞ്ഞൊരു വിമർശനമുണ്ട്. നിങ്ങൾ ഈ ഉത്തരേന്ത്യയും ബീഹാറും UP ഒക്കെ വിട്ടിട്ട് കേരളത്തിലോട്ട് കൊച്ചിയിലോട്ട് എന്താ വരാത്ത? കൊച്ചിയിലേക്ക് വരണമെന്നാ ഞാൻ പറഞ്ഞത്. ഇവരെല്ലാരും അതാ കൊച്ചിയിലേക്ക് ഇടുക്കി കൊച്ചിയിലെ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്ത് നമുക്ക് ഇടുക്കിയിലെ കർഷക ആത്മഹത്യ.
അതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ നയം കൊണ്ടാണ്. തീർച്ചയായിട്ടും ഞാൻ പറയാം, ഇന്നത്തെ ഇവിടെ ബാങ്കുകൾക്ക് ജപ്തി നടപടി നിർത്തിവെക്കാനായിട്ട് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഡിസംബർ വരെയുള്ള കാർഷിക കടങ്ങൾ എഴുതി തള്ളാനും മറ്റുള്ളത് നിർത്തിവെക്കാനും പറഞ്ഞിട്ടുണ്ട്. ജപ്തി നടപടികളെല്ലാം നിർത്തിവെക്കാനായിട്ട് എൻ്റെ പേര് സോമൻ. ഇവിടെ ശരിക്കും കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നതായ നല്ല നല്ല കാര്യങ്ങൾ ഒന്നും അന്ധമായ BJP വിരോധം കൊണ്ട് ഒന്നും കേരളത്തിൽ നടപ്പാക്കാതെ വരികയാണ് ഇവിടെ. അതിന് ഉദാഹരണം, ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ആയുഷ്മാൻ ഭാരത് എന്ന് പറഞ്ഞൊരു കാര്യം കേന്ദ്ര ഗവൺമെൻറ് നടക്കണമെന്ന്. അതായത് ഒരു കുടുംബത്തിലെ എല്ലാവർക്കും 5 ലക്ഷം രൂപ വരെ ഈ പരിരക്ഷ, അതായത് ചികിത്സയ്ക്ക് ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും, മെഡിക്കൽ കോളേജ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽ, എവിടെ ചെന്നാലും 5 ലക്ഷം രൂപ വരെയുള്ള പ്രായപരിധി ഇല്ലാതെ ഒരു ഇതുകൊണ്ട് ഇതുവരെ കേരളത്തിൽ അത് നടപ്പാക്കാനോ അത് ഒപ്പുവെക്കാനോ എല്ലാ സ്റ്റേറ്റിലും തയ്യാറായിട്ടുണ്ട്. കേരള ഗവൺമെൻറ് ഇതുവരെ അതിനൊരു തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല എന്ന സത്യം. ഇവിടെ കേരളത്തിലെ പ്രളയക്കെടുതിയിൽ മുങ്ങി കിടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി യാതൊരു പ്രവർത്തനം. നിങ്ങൾക്കറിയാം, തൊട്ടടുത്ത പറവൂർ മുനിസിപ്പാലിറ്റിയിൽ 4 കുടുംബങ്ങൾ ഇന്നും കിടക്കുകയാണ്. 4 കുടുംബങ്ങൾ, അവർക്ക് ആഹാരം കഴിക്കാൻ മാർഗമില്ല. ഇത് അന്വേഷിക്കാനായിട്ട് ആരുമില്ല. ഇത്തരത്തിൽ വളരെ ദയനീയമായിട്ട് കിടക്കുന്ന സമയം അവസാനിക്കുകയാണ്. ചർച്ച സജീവമാണ്. ചൂടുള്ള വിഷയങ്ങൾ ചൂടോടെ ചർച്ച ചെയ്യുന്നു. ഒറ്റ ചോദ്യം മാത്രമാക്കി, എന്തിന് എറണാകുളത്തെ ജനങ്ങൾ വോട്ടർമാർ പി രാജീവിന് വോട്ട് ചെയ്യണം? ഈ എറണാകുളം നഗരം അനുദിനം വികസിക്കേണ്ട നഗരമാണ്. പക്ഷേ മറ്റുള്ള നഗരങ്ങളെ പോലെ ഈ എറണാകുളം വികസിക്കുന്നില്ല. അത് തീർച്ചയായിട്ടും ഒരു രാജ്യസഭാ MP എങ്ങനെയായിരിക്കും കാണിച്ചു കൊടുത്ത ഒരാളാണ് പി രാജീവ്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും വികസനത്തിനും എറണാകുളത്തിന് സമഗ്ര വികസനത്തിന് വേണ്ടിയുള്ള ഒരു വോട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, പി രാജീവിന് വോട്ട് ചെയ്യേണ്ടത് എറണാകുളത്ത് സമഗ്ര വികസനത്തിന്. ഞാൻ താങ്കളിലേക്ക് വരാം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് എന്തിനാ വോട്ട് ചെയ്യേണ്ടത്? ഇപ്പോൾ വികസനത്തിന് എന്നും നേതൃത്വം കൊടുത്തിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് ഇന്ത്യയിൽ മുഴുവൻ കഴിഞ്ഞ 60 വർഷമായിട്ട് ഇവിടെ കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട്. ആ ഭരണത്തിലൊക്കെ ഇവിടെ കൊണ്ടുവന്നേക്കുന്ന വികസനം അത് പോളിറ്റ് ബ്യൂറോയിൽ പാസ്സാക്കിയിട്ടില്ല. അല്ലാതെ BJPയുടെ സർവ്വസഞ്ചാര തീരുമാനത്തിലെടുത്തിട്ടുള്ള തീരുമാനങ്ങളൊന്നുമല്ല. ഇന്ത്യയിൽ വികസനം കൊണ്ടുവന്നിട്ടുള്ളത് എന്നും കോൺഗ്രസാ. സമഗ്ര ശരിയാണ്, റെയിൽവേ സ്റ്റേഷൻ ആയാലും ശരി, എന്തായാലും ശരിയാണ്. സമഗ്ര വികസനത്തിന് പി രാജീവിന് വോട്ട് ചെയ്യണം, സമഗ്ര വികസനം കോൺഗ്രസിന് വോട്ട് ചെയ്യണം. 2 വാദങ്ങൾ ഉയർന്നു. BJPക്ക് ഇവിടെ എന്താ റോൾ? BJPക്കാണ് ഇവർ വോട്ട് ചെയ്യേണ്ടത്. കാരണം ഓട്ടോറിക്ഷക്ക് പോകാനുള്ള CPM-ഉം അതുകൂടാതെ തന്നെ കോറം തികയാത്ത കോൺഗ്രസിനും അല്ല വോട്ട് ചെയ്യേണ്ടത്. വികസനം വന്നെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന ഏകകക്ഷി ഭരണത്തിന് സാധ്യതയുള്ള BJPക്ക് വോട്ട് ചെയ്യണം. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചോളം ഒരു സ്ഥാനാർത്ഥി നിർത്തുന്നതിനെ കുറിച്ച് ഒരു ആശങ്കയില്ല. CPM-നെ പോലെ പ്രാദേശിക പാർട്ടിക്ക് എന്ന് വേണ്ടി ആളെ നിർത്താം. 2 ദിവസത്തെ കാര്യമുള്ളൂ. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി ഒരു ദേശീയ പാർട്ടിയാണ്. അതിന് ആളെ അപ്പൊ ദേശീയ പാർട്ടി ആയതിന്റെ ബുദ്ധിമുട്ടിലാണ്, അതിന്റെ വിഷമത്തിലാണ് കോൺഗ്രസും BJPയും. CPM വളരെ എളുപ്പം സ്ഥാനാർത്ഥിയെ നിർണയിച്ചു, മറ്റുള്ളവർ കുറച്ച് കൂടുതൽ സമയമെടുത്തു. എന്തായാലും കൊള്ളാം. ചേരി വികസനം, എറണാകുളത്തിന്റെ സമഗ്ര വികസനം, ദേശീയ വിഷയം, മോദി സർക്കാരിനെതിരായ വിമർശനം, മോദി സർക്കാർ നടപ്പാക്കിയ വിവിധ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിലെ പാളിച്ച, ഇതെല്ലാം ചർച്ചയാണ്. എറണാകുളത്ത് ഉറക്കെ ഉച്ചത്തിൽ ഇലക്ഷൻ സ്പെഷ്യൽ അവസാനിക്കുന്നില്ല. മറ്റൊരു മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി വീണ്ടും എത്താം. നമസ്കാരം.